ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കോൺട്രവേഴ്സിയിൽ അവരിങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞു ആ ഒരു കാര്യമല്ല കേട്ടോ. ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ഇമേജ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം അപ്രീസിയേഷൻ കിട്ടുന്നതിൻ്റെ റീസൺസും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ആളുകൾക്ക് പേഴ്സണലി എടുത്തിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതോ ബുള്ളി ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നതെന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് സൈഡും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കാണുന്ന കോൺട്രവേഴ്സിനെ അങ്ങനെ ഇമോഷണലി എടുക്കുന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരു വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങളൊരു വീഡിയോ ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ ഫാമിലി വ്ളോഗ് ഉണ്ടാക്കാനോ ഒക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അഹാനകൃഷ്ണയുടെ കാര്യത്തിലേക്ക് വരാം. ആ ഫാമിലി എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൽ നല്ല വിസിബിലിറ്റി ഉള്ള ഫാമിലിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബർ ഫോളോവറായിട്ട് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അവരുള്ള ആളുകളാണ്. അതിൽ തന്നെ അഹാനകൃഷ്ണ എന്ന് പറയുമ്പോൾ അഹാനകൃഷ്ണയ്ക്ക് വേറൊരു ഐഡന്റിറ്റി തന്നെയാണ് ആ ഫാമിലി എന്നുള്ളത്. ആ ഫാമിലിയിൽ മന്ത്ലി ബേസിൽ കോൺട്രവേഴ്സീസ് വരാറുള്ളത് ദിയാകൃഷ്ണയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ അഹാനകൃഷ്ണനെ ആളുകൾ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന രീതി വേറെയാണ്. ഈ ഫാമിലിയുള്ള ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ഐഡന്റിറ്റിയാണ്. ഒരു ജനറേഷൻ ഫോളോ ചെയ്യുന്ന ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. അവരുടെ സംസാര രീതി അല്ലെങ്കിൽ അവരുടെ വീഡിയോയുടെ രീതികളൊക്കെ വെച്ചിട്ട് ഓരോ രീതിയിലുള്ള ഫാൻ ബേസ് ആണ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. സാധാരണ ഒരു വീട്ടിൽ നിന്ന് തന്നെ 4-5 വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ റെപ്പറ്റീഷൻ തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവരൊക്കെ ആ കാര്യത്തിൽ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആണ്. ഇവരുടേതായ കോണ്ടന്റുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഈ മനസ്സിലാക്കിയിരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങാം. ദാറ്റ് ഇസ് ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയാം. ഇൻ്റർനെറ്റിൽ ഇൻഫ്ലുവൻസറായിട്ട് വരുന്ന ഓരോ ആളുകൾക്കും അവരുടേതായ ബ്രാൻഡിങ് ഉണ്ടാവും. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളും കൂടെ പറയാം. നമുക്ക് ഓരോ ഇൻഫ്ലുവൻസറിന് അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയും. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ വേർഡിനോട് പല ആളുകൾക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ക്രിയേറ്റർ എന്ന് പറയാം. ഈ ക്രിയേറ്ററായിട്ട് ഇനി ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഓരോ ആളുകളും കൊടുക്കുന്ന വൈബ് വേറെയാണ്. ഞാൻ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ക്രിയേറ്ററിനെ വെച്ചിട്ട് പറയാം. അതായത് ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്ററിനെ എടുക്കുകയാണെങ്കിൽ കാർത്തിക് സൂര്യ എന്ന് പറയുമ്പോൾ കാർത്തിക് സൂര്യയുടെ ഒരു പീക്ക് ടൈമിലൊക്കെ കാർത്തിക് സൂര്യ എന്തും ചെയ്യുന്ന ഭയങ്കര അഡ്രിനാലിൻ റഷുള്ള ഒരു ക്രിയേറ്ററായിട്ടാണ് വന്നത്. കാർത്തിക് സൂര്യയുടെ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കാർത്തിക് സൂര്യ വീഡിയോസിലൂടെ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർത്തിക് സൂര്യൻ്റെ വീഡിയോസിൽ കൂടെ കാർത്തിക് സൂര്യ ഇങ്ങനെ സംസാരിച്ചാലോ അങ്ങനെ സംസാരിച്ചാലോ എന്നൊന്നുമില്ല. കാർത്തിക് സൂര്യ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് കാർത്തിക് സൂര്യയുടെ രീതി, ഇതൊക്കെയാണ് കാർത്തികിൻ്റെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ബന്ധുക്കൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കണ്ട വർഷങ്ങൾ കൊണ്ട് ആളുകൾക്ക് അടുത്തറിയാം. അതുകൊണ്ട് തന്നെ കാർത്തിക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സെർട്ടൈൻ ലെവലിലുള്ള കോണ്ടന്റുകളാണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു ക്രിയേറ്ററാണ്. ഇനി മൂവി റിവ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ മൂവീസ് റിവ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ക്രിയേറ്ററിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അശ്വന്ത് കോക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു പേഴ്സണാലിറ്റി അൺഅപ്പോളജിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അശ്വന്തിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതാണ് അശ്വന്ത് ആ വീഡിയോയിൽ കൂടി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അശ്വന്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അൺഅപ്പോളജിക്കലായിട്ട് അശ്വന്ത് കോക്ക് ഇങ്ങനെ തുടരുകയാണ്. നാളെ അശ്വന്ത് കോക്ക് വന്നിട്ട് ഭയങ്കര എന്താ പറയുക ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക എങ്ങും തൊടാതെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് നീ എന്താ അഭിനയിക്കുന്നതാണോ തോന്നും. കാരണം അശ്വന്ത് കോക്ക് ഇങ്ങനെ അഗ്രസീവായിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളാണെന്നുള്ളത് ആളുകൾക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞു. സോ അശ്വന്ത് കോക്കിന് ആ ഒരു ഐഡന്റിറ്റി നിന്നിട്ട് എന്തും പറയാം. കാരണം അശ്വന്ത് എന്ന് പറയുന്ന ആളതൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ കണ്ടാൽ മതി. അങ്ങനെയാണ് അശ്വന്തിൻ്റെ ഐഡന്റിറ്റി അശ്വന്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു ക്രിയേറ്ററിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഒന്ന് നോക്കാം. ഉണ്ണി വ്ളോഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന പോലെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി സംസാരിക്കുന്ന ആളാണെന്ന്. എല്ലാ കാര്യത്തിലും ഉണ്ണിക്ക് ഉണ്ണിയുടേതായ വ്യൂസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ഉണ്ണിക്ക് അത് സംസാരിക്കാൻ അറിയാം. ഉണ്ണി പറയുന്ന രീതികൾ എന്തൊക്കെയാണ്, ഉണ്ണി കൈകാര്യം ചെയ്യുന്ന ഒരു രീതി പാറ്റേൺ ഒക്കെ ആളുകൾക്ക് ഫെമിലിയർ ആണ്. ഉണ്ണിയെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് കൂടുതലും വന്നിരിക്കാറ്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉള്ള വീഡിയോസ് വരുമ്പോൾ ഉണ്ണിയെ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നടക്കുമ്പോൾ അതിൽ ഉണ്ണിയുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നറിയാനായിട്ട് താല്പര്യമുള്ള ആളുകളാണ് ഉണ്ണിയെ കാണാനും കേൾക്കാനും ഒക്കെ വരുന്നത്. അപ്പോൾ ഉണ്ണിയുടെ ഭാഗത്തു നിന്നും അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഉണ്ണി എന്തെങ്കിലും മാറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഉണ്ണി അറ്റാക്ക് ചെയ്യപ്പെടും. കാരണം ഉണ്ണിയുടെ ഐഡന്റിറ്റി ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പല ക്രിയേറ്റേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അതായത് കാർത്തിക് സൂര്യ കൊടുക്കുന്ന വൈബ് വേറെയാണ്, അശ്വന്ത് കോക്ക് സംസാരിക്കുന്ന രീതി വേറെയാണ്, ഉണ്ണി വ്ളോഗ്സിന്റെ വീഡിയോസ് വേറെയാണ്. ഇവരുടെയൊക്കെ ഒരു ഐഡന്റിറ്റി ഈ കാലം കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതിനപ്പുറത്തേക്ക് ഇവർ ലൈറ്റായിട്ട് സംസാരിച്ചാലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാലോ ആളുകൾക്ക് അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം എന്നില്ല. അശ്വന്ത് കോക്കിനെ ഒരാൾ ചീത്ത വിളിച്ചു, അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് റിയാക്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം വരികയാണെങ്കിൽ
അശ്വന്ത് അല്ലേ, അശ്വന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിലെടുക്കും. അതേസമയം ഉണ്ണി വ്ളോഗാണ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ, പക്ഷേ ഉണ്ണി അങ്ങനെ ചെയ്യുമോ? ഉണ്ണി കുറച്ചുകൂടെ മെച്യൂർഡായിട്ടല്ലേ ഈ ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നായിരിക്കും ആളുകളുടെ ചോദ്യം. അതായത് ഒരു വിഷയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരിങ്ങനെയേ അതിനെ റിയാക്ട് ചെയ്യുള്ളൂ, അതിനെങ്ങനെയേ അവർ കാണിക്കുകയുള്ളൂ എന്ന് ഓഡിയൻസ് അങ്ങ് വിചാരിക്കുകയാണ്. ഇതിനെ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഓഡിയൻസ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അതായത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത, സോഷ്യൽ മീഡിയയിലും മറ്റും വീഡിയോസിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ്. അവർ എല്ലാ എലമെൻറ്റ്സും എനിക്കറിയാം, അവരിങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊക്കെ അങ്ങ് വിചാരിക്കുകയാണ്. പലപ്പോഴും സത്യവും കൂടുതൽ അത് അല്ലാതെയും ഒക്കെ ആവുന്ന സന്ദർഭങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഇൻഫ്ലുവൻസറിൻ്റെ ഐഡന്റിറ്റിനെ ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ അവർ കോൺഷ്യസ്ലി തന്നെയായിരിക്കും ഓരോ വീഡിയോസും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിലുള്ള ഐഡന്റിറ്റിയാണ് വേണ്ടതെന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാവും. ചിലർക്ക് ഒരു പക്ഷേ വീട്ടിലെ കുട്ടി, കൂടെയുള്ള കുട്ടി, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി എന്നൊക്കെയുള്ളൊരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, മറ്റു ചിലർക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ആളുകൾ എന്നെ മനസ്സിലാക്കിയാൽ മതി, എൻ്റെ ഇത്രയും കാര്യങ്ങൾ ആളുകൾ കണ്ടാൽ മതി. ചിലർക്ക് പ്രൈവസി ഭയങ്കരമായിട്ട് അവർ കീപ്പ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് പ്രൈവസി ഉണ്ടാവില്ല. അപ്പോൾ ഈ പല രീതിയിലുള്ള വീഡിയോസ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓരോ ആളുകളുടെയും ബ്രാൻഡ് ഐഡന്റിറ്റിയും കൂടെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്നാണ് ആളുകൾ അവരെ മനസ്സിലാക്കാനും കേൾക്കാനും താല്പര്യപ്പെടുന്നത്. അവരെ പറ്റി എന്ത് കേട്ടാലും അവരിങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തോട്ടായിരിക്കും ഓരോ വ്യൂവേഴ്സിൻ്റെ മനസ്സിലേക്ക് വരിക. ഇത്തരത്തിലൊരു തോട്ടാണ് അഹാന കൃഷ്ണൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അല്ല, വെൽ എഡിറ്റഡ് ആയിട്ട് എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന അഹാനയുടെ വീഡിയോസ് ലെങ്തി വീഡിയോസാണ്. എന്നിരുന്നാൽ പോലും അഹാനയ്ക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അത് എൻജോയ് ചെയ്യുന്ന വലിയൊരു ഓഡിയൻസ് ബേസ് ഒക്കെ അഹാനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ആയിട്ട് അഹാന കൊണ്ടുവന്നത് പെർഫെക്റ്റ് ഡോട്ടർ, പെർഫെക്റ്റ് ഗ്രാൻഡ് ഡോട്ടർ, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയെന്ന ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തോന്നുന്ന ഒരാൾ എന്നൊക്കെയുള്ളൊരു ഇമേജ് അഹാനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ജൂൺ ജൂലൈ സമയത്താണെന്ന് തോന്നുന്നു ഈ ഓബൈ ഓസി എന്ന് പറയുന്ന സ്ഥാപനത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ തട്ടിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ പ്രമുഖ മാധ്യമങ്ങൾ പോലും അഹാനേനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്നൊക്കെ പല ആളുകൾ സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ലേറ്റസ്റ്റ് ആയിട്ട് സിന്ധു കൃഷ്ണ പറഞ്ഞതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളും ആ രീതിയിലൊക്കെ, അതായത് അഹാന അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ അമ്മ എന്നുള്ള രീതിയിൽ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും അഹാന സക്സസ്ഫുള്ളി നടത്തി കൊടുത്തു എന്നുള്ള സന്തോഷം അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ എനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് ആ സമയത്ത് അഹാനയ്ക്ക് ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയിലൊക്കെ അഹാനയ്ക്ക് അത്രമാത്രം വിസിബിലിറ്റി ഉണ്ടായിരുന്നു, ആളുകളുടെ അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജൂൺ ജൂലൈ ആയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ജസ്റ്റ് 1 ഇയറിൽ നടന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഓരോ ആളുകളും ആ ഒരു ക്രിയേറ്ററിനെ മനസ്സിലാക്കി വെക്കുന്നത്. ആ വീട്ടിൽ ദിയ കൃഷ്ണ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കും എന്നുള്ളതിനെപ്പറ്റി ആളുകൾക്കൊരു ധാരണയുണ്ട്. ഇഷാനി എങ്ങനെ സംസാരിക്കും, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെയുള്ള ഒരു ധാരണകൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ആളുകളുടെ ഉള്ളിലേക്ക് ഈ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ 3 പെൺകുട്ടികൾ, അതായത് സാമ്പത്തിക തട്ടിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ 3 പെൺകുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു സിന്ധു കൃഷ്ണ, അതുപോലെ അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. പക്ഷെ ഒന്നടങ്കം മലയാളികൾ പറഞ്ഞു നിങ്ങൾ കള്ളമാണ് പറയുന്നതെന്ന്. അതായത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഐഡന്റിറ്റിയുടെ പുറത്ത് ഇവരിങ്ങനെ പറയില്ല എന്നുള്ള വിശ്വാസമൊക്കെ വെച്ചിട്ട് ആളുകൾ എതിർത്തു. അതായത് ആ ഫാമിലിക്ക് ഒരു ഡൗൺ സ്റ്റേജ് വന്ന സമയത്ത് അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നി. ഇപ്പം മലയാളികൾ ഒന്നടങ്കം പാർട്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വകവെക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നുള്ളത്. അതായത് അത്രയും വിസിബിലിറ്റി ഉള്ളൊരു ഫാമിലിയാണ് ഇവർ. അഹാനയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ അത് തന്നെയായിരുന്നു അഹാനയുടെ ഒരു ഗ്രോത്തിനും ഈ ഒരു ഡൗൺഫോൾ വരാനുള്ള റീസണൊന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അഹാനേനെ ഒരു പെർഫെക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ആളുകൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ എത്രമേൽ സോഷ്യൽ മീഡിയയിൽ പ്രശംസിക്കപ്പെടുന്നു, പെർഫെക്റ്റ്, ഗുഡ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കപ്പെടുന്നു, അത്രമേൽ നമുക്ക് വീഴ്ച വരുമ്പോൾ അതിൻ്റെ ആഘാതം ഉണ്ടാവാനാണ് ചാൻസ്. നമ്മൾ മുഴുവനായിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ രീതിയിൽ അവർക്ക് കോൺട്രവേഴ്സീസും സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അഹാന ക്രിയേറ്റ് ചെയ്ത ഐഡന്റിറ്റി എന്ന് പറയുന്നത് റിയൽ ഓർ ഫേക്ക് എന്ന് ഞാനിവിടെ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അഹാന എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററിനെ പറ്റി ആളുകൾക്കുണ്ടായിരുന്ന ഇമ്പാക്റ്റ് ഇങ്ങനെയായിരുന്നു.
അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിൽ നിന്നുമാണ് അഹാന അവരുടെ ഗ്രാൻഡ് മദറിനോട് ഈ രീതിയിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ, ഇവൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവർ അമ്മൂമ്മ സംസാരിച്ച രീതികളൊക്കെ വരുമ്പോൾ ഒരു പക്ഷം പറയുന്നുണ്ട്, അതായത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും റിയാക്ട് ചെയ്തു പോകും. അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറുന്നവരുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ട് സപ്പോർട്ട് ആവശ്യമുണ്ടെന്നോർത്ത് മെച്യൂർഡായിട്ട് അവരെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, അവരെ അവോയ്ഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അതേ രീതിയിൽ മറുപടി പറയുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന എല്ലാ കൂട്ടരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു ഫാമിലി മാത്രമല്ല, പക്ഷേ ഇവർക്ക് വിസിബിലിറ്റി ഉള്ളതുകൊണ്ടും ഇവരിങ്ങനെ സംസാരിക്കില്ല ചെയ്യില്ല എന്നൊക്കെ തോന്നുന്നിടത്ത് നിന്ന് ഇവർ ഈ പറയുന്ന വേർഡൊക്കെ ഇവരെ തിരിച്ചു വിളിച്ചോ, ഇവർക്ക് ക്ഷമിക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഡിയൻസിന് തോന്നുകയാണ്. അതായത് ഈ ഒരു ക്രിയേറ്ററിനുണ്ടായിരുന്ന ദ ബെസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ് എലമെൻറ്റ് ഈ കോൺട്രവേഴ്സി കൂടെ ആളുകൾക്ക് കിട്ടി. ഷോക്ക്ഡ് ആവുകയാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് റിയൽ ആവാം, ഫേക്ക് ആവാം. പക്ഷേ ഒരു കാര്യം വരുന്ന സാഹചര്യത്തിൽ ആ ബ്രാൻഡായിട്ട് മാത്രമേ ആളുകൾ ആ ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പോൾ ആ വ്യക്തിക്ക് ഇമോഷണലി ഇത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് പേഴ്സണലി ഇങ്ങനെയായിരിക്കാം ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇതൊന്നും ആളുകൾ എടുക്കില്ല. ഇവർ കാണിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അപ്പോൾ ഇവരിങ്ങനെയല്ലോ സംസാരിക്കേണ്ടതെന്ന് മാത്രം എടുക്കുക. അതായത് മാനസികമായ പരിഗണനകളൊന്നും ഈ വിഷയത്തിൽ അവർക്ക് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അഹാന കെയർഫുള്ളി ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള അഹാനയുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഇവിടെ ലോസ് ആവുകയാണ് ചെയ്തത്. ഈ രീതിയിലുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് ഇമ്മച്വർ ആയിപ്പോയി എന്നുള്ളതാണ്. ഈ കോൺട്രവേഴ്സിയൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, അതായത് ഈ അഹാനയുടെ വീഡിയോ ഞാൻ ഇങ്ങനെ നോക്കി ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തപ്പോഴാണ് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, അവരച്ഛൻ പറഞ്ഞ പോലെ സൈലൻ്റ് ആയിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രമേൽ കാര്യങ്ങൾ കൈവിട്ട് പോയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് മിണ്ടാതിരിക്കുന്നത്, സൈലൻസ് ആണ് ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സികളൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ഈ രീതിയിലേക്ക് എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ സംസാരിക്കില്ല, ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്നൊക്കെ ആളുകൾ ധരിച്ചു വെച്ചതിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അഹാന മനഃപൂർവ്വം അവരുടെ മേൽ കൊടുത്തിട്ടുള്ള ഇമ്പാക്റ്റ് ആവാം. അത് തന്നെ അഹാനയ്ക്ക് തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ അത്രയും വിസിബിലിറ്റി ഉണ്ടായിരുന്ന, അത്രയും പ്രസൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അഹാന കൃഷ്ണ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഈ ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബുള്ളിങ് എന്ന് പറയുമ്പോൾ അഹാന കൃഷ്ണയുടെ പേരിൽ കുറേ ബുള്ളിങ് അലിഗേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതായത് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും എടുത്ത് നോക്കിക്കണ്ട കഴിഞ്ഞാൽ ഒരാൾ നല്ല രീതിയിൽ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ പറ്റി എന്തെങ്കിലും ചില കാര്യങ്ങൾ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഓഡിയൻസ് അത് വലിയ രീതിയിലേക്ക് മൈൻഡ് ചെയ്തില്ല. അതായത് അവർ അങ്ങനെ അല്ല എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമം എപ്പോഴും ഉണ്ടാകും. അവർ പോസിറ്റീവാണ്, അവർ നല്ല ആളാണ് എന്ന് മാത്രമേ തിങ്ക് ചെയ്യുള്ളൂ. പക്ഷെ അവരെ ഷോക്ക് ചെയ്തുകൊണ്ട് ഇവർ ഫേക്ക് ചെയ്യുകയായിരുന്നു എന്നൊക്കെ തോന്നിക്കഴിയുന്ന നിമിഷം തൊട്ട് ഇവർ ഫേക്കാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അറിയാതെ ഓഡിയൻസിൻ്റെ ബ്രെയിൻ ഇങ്ങനെ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും ലോക്ക് ചെയ്യും, ചെറിയ കാര്യങ്ങളെ പോലും നോട്ടീസ് ചെയ്യും, ചെറിയ കാര്യങ്ങളെ പറ്റി പോലും സംസാരിക്കും. പഴയ വീഡിയോസൊക്കെ, അതായത് 4-5 കൊല്ലം മുമ്പുള്ള വീഡിയോസൊക്കെ പൊങ്ങി വരിക, അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരിക ഒക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനെ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം മതി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഹാന കൃഷ്ണ. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ഒരു മോഡലായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തായിരിക്കും ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത്. കാരണം ഈ ഒരു ഫാമിലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ വീടിനുള്ളിൽ എത്ര മുറികളുണ്ട്, അവരുടെ കൗച്ചിൻ്റെ കളർ എന്താണ്, അവരുടെ ബാക്ക് യാർഡ് എങ്ങനെ ഇരിക്കുന്നു, അവരുടെ കിച്ചൺ എങ്ങനെ ഇരിക്കുന്നു എന്ന് വരെ ഈ വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ, അവർ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു സംസാര രീതിയും ബോഡി ലാംഗ്വേജും ഒക്കെ ഇവർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഓഡിയൻസ് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഓഡിയൻസ് ഇവിടെ ഷോക്ക് ആവുകയാണ്, ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. ചിലർക്ക് വളരെ പേഴ്സണലായിട്ട് അവരുടെ ഫാമിലി ഇഷ്യൂ പോലെയൊക്കെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആളുകൾക്ക് ദ്രോഹം ഉണ്ടാവുന്ന വിഷയങ്ങളിൽ പോലും അവർക്ക് കിട്ടാത്ത ചോദ്യങ്ങളാണ് അവർ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി വരുമ്പോൾ ചോദിക്കുന്നത്. അത് പൊതുവെയുള്ള ആളുകളുടെ ഇഷ്ടമായിരിക്കും. നെഗറ്റിവിറ്റിയോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും, കോൺട്രവേഴ്സികളോട് അല്ലെങ്കിൽ മറ്റൊരു ഫാമിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യം പൊതുവെ ആളുകൾക്കുണ്ടല്ലോ. അതിൽ നിന്ന് ഞാനും വിട്ടുമാറി നിൽക്കുന്നു എന്നൊന്നും പറയുന്നില്ല, ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ പല ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ഈ സബ്ജക്റ്റ് കൂടെ ചെയ്തിട്ടുണ്ടാവുക. ആളുകൾക്ക് ഈ ക്യൂരിയോസിറ്റി ഉണ്ട്, ആളുകൾ അതിൻ്റെ പുറകെ പോകും, അറിയാൻ ശ്രമിക്കും. അത് തെറ്റാണെന്നല്ല. നമ്മൾ 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിനെ പറ്റി മാത്രമാണോ തപ്പിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഗുണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ ഇത്രയും ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണോ ഇപ്പോൾ ഇരിക്കുന്നത്, ഇവരിങ്ങനെയാണ് അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്ന് മാത്രം ചിന്തിച്ച് ഈ ഒരു രീതിയിലാണ് അവരെന്നൊക്കെ സ്വന്തമായിട്ട് വിചാരിച്ചിരിക്കുന്ന ആളാണോ ഞാൻ? അങ്ങനെ അല്ല ഒരു ക്രിയേറ്ററിനെ ഞാൻ മനസ്സിലാക്കേണ്ടത്. അതൊരു വീഡിയോയിൽ കാണുന്ന ആളല്ലായിരിക്കും അവരെന്നൊക്കെ
ഒന്നും പുനർചിന്തിക്കാനായിട്ടൊക്കെ ഈ ഒരു സ്പേസ് വ്യൂവേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഗുണമുണ്ട് കേട്ടോ. അതായത് ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആരെങ്കിലും എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുന്ന ഒരു ഓഡിയൻസും കൂടെ ഇവിടെ ഉണ്ടാവും. അതായത് ഇതൊരു വീഡിയോ ക്രിയേറ്ററാണ്, ഇത് ഞാൻ കാണുന്ന യഥാർത്ഥത്തിലുള്ള ആളായിരിക്കത്തില്ല, അവർക്ക് അതിനപ്പുറത്തേക്ക് മുഖമുണ്ട് എന്നൊക്കെയുള്ള റിയാലിറ്റി മനസ്സിലാക്കുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ചില കള്ളങ്ങളോ പ്രശ്നങ്ങളോ ആരെങ്കിലും പോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കും. അല്ലാതെ അവർ സക്സസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് അവരെ പറ്റി എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ആ പറയുന്ന ആളെ ബുള്ളി ചെയ്യുക, പോയിട്ട് അവരെ ഷെയിം ചെയ്യുക, അവരെ വായടപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വരിക. എന്നാൽ ഈ പറയുന്ന ഒരു ക്രിയേറ്ററിൻ്റെ ഇമേജ് തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് അതൊക്കെ മാറ്റർ ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ച് പുറകെ പോകുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ ഓഡിയൻസ് അത്ര മെച്ചുവേർഡ് അല്ലാതെ ഈ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും കൂടെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഓഡിയൻസ് എന്നുള്ള നിലയിൽ കൂടെ നമുക്ക് ഈ ആളുകളെ ഇത്രയ്ക്ക് എന്നുള്ളൊരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും ആളുകൾ ഫേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇമ്പാക്റ്റ് ഇൻഫ്ലുവൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാ വീഡിയോസും കാണുന്നത് നമുക്ക് ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകും, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് കാണേണ്ടത്, എത്രത്തോളം ഈ കാര്യങ്ങൾ എൻ്റെ ചിന്തകളെ സ്വാധീനിക്കണം, എൻ്റെ 24 ഹവറിൽ ഞാൻ ഡിസ്കഷനായിട്ടോ ചിന്തിക്കേണ്ടതോ എത്രത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ സ്വയമേ ചിന്തിക്കേണ്ടതാണ്. യൂട്യൂബിൻ്റെ സെർച്ച് ബട്ടൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്തിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ സെർച്ച് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും കോൺട്രവേഴ്സിയോ ആരെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ അത് മാത്രമാണ് ഒരു ദിവസത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണം, അപ്പോൾ ഇങ്ങനെയാണോ ഞാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെ ചിന്തിക്കാം. നമ്മുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലും കൂടി ഇതിനെ വേറെ രീതിയിലേക്ക് കൊടുക്കാം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്കും ക്രിയേറ്റേഴ്സിനൊക്കെ ഇത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു സ്വയമേ ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും, അവനവന് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയാണ്. എനിക്ക് ഈ ഒരു കോൺട്രവേഴ്സി കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, ആളുകൾ ഇത്രത്തോളം ഇൻവെസ്റ്റഡ് ആയിട്ടാണല്ലോ വിഷയത്തിന് എടുക്കുന്നത്. ഇത്രയും ചില ആളുകൾക്ക് വളരെ പേഴ്സണലായിട്ടാണ് ഈ വിഷയത്തെ ഉൾക്കൊള്ളുന്നത്. അത്രയും പേഴ്സണലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ബ്ലൈൻഡായിട്ട് ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ, ഇത്രയും ബ്ലൈൻഡായിട്ട് ഇവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കാൻ ഇവർക്ക് എത്രത്തോളം വിസിബിലിറ്റി നമ്മളുടെ ടിവിയിലും നമ്മുടെ ഫോണിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം ഇനിയും ഷോക്ക്ഡ് ആയിക്കൊണ്ടിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ കാര്യങ്ങൾ കേട്ട് ഷോക്ക് ആയിക്കൊണ്ടിരിക്കും. ഓരോ കോൺട്രവേഴ്സിയും നിങ്ങളെ വിഷമിപ്പിക്കുകയോ ദേഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അതിനെപ്പറ്റി വീഡിയോസോ അല്ലെങ്കിൽ ചർച്ചകളോ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പ്രചോദിപ്പിച്ചെന്ന് വരാം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയും ഷോക്കായിക്കൊണ്ടിരിക്കേണ്ട ആളുകളാണോ, ഓരോ കോൺട്രവേഴ്സികളും ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട മനുഷ്യന്മാരാണോ എന്നൊക്കെ കൂടെ ചിന്തിക്കാനായിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ നമ്മൾ കാണുന്ന വീഡിയോസും നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ചിന്താഗതികളെ മാറ്റുന്നുണ്ട്, നമ്മളൊരു കാര്യത്തെ നോക്കുകയും കാണുകയും ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവിനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് എനർജികളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആളുകളെ ട്രസ്റ്റ് ചെയ്ത് ഷോക്കായി എഗെയിൻ അതിൻ്റെ പിറകെ പോകുന്നതൊക്കെ നമ്മളെ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന നെഗറ്റിവിറ്റീസ് അവരെ അഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലായിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി കാണുന്ന ആളുകളുടെ ചോയ്സാണ്. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. നമ്മൾക്ക് മറ്റൊരാളുടെ വീട്ടിലെ പ്രശ്നം അറിയുമ്പോൾ ഞാൻ ഇതിനെക്കാട്ടിൽ ഭേദമാണല്ലോ എന്ന് തോന്നാനുള്ള ഒരു ഫീലിംഗ് പല ആളുകൾക്കും തോന്നുന്നതുകൊണ്ട് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റഡ് ആയി പോവുകയാണ്. എന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റിയിൽ നടക്കുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നതുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള രീതികളുണ്ട്. അത് ഇവരുടെ പേഴ്സണൽ കാര്യത്തിലല്ല, മൊത്തത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേ രീതിയിൽ ഈ വിഷയത്തെ ഉൾക്കൊള്ളാനും കൂടെ പറ്റുന്ന രീതിയിലേക്ക് ആളുകൾ വന്നിരുന്നെങ്കിൽ എന്നൊരു ചിന്ത മാത്രമാണ്. എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം വിസിബിലിറ്റിയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പോലും ഈ ഒരു പേരുകൾക്കും ഈ പറയുന്ന ഇഷ്യൂവിനും ഒക്കെ ഇവിടെ വിസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാനും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരും ഈ സബ്ജക്റ്റ് കാണാനേ പാടില്ല എന്നൊന്നും പറയാനുള്ള അത്രയും മണ്ടത്തിലൊന്നും ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പോയിന്റ് ഇത്ര മാത്രമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണം, എത്രത്തോളം നമ്മൾ ഷോക്ക് ആവണം ഓരോ ആഴ്ചകളിലും, എത്രത്തോളം നമ്മുടെ വാല്യുബിൾ ടൈം ഈ കോൺട്രവേഴ്സീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, അതിങ്ങനെ ചിന്തിച്ചും സംസാരിച്ചും ഒക്കെ സമയം കളയണം. നമുക്ക് ജെനുവിൻ അല്ല എന്ന് തോന്നുന്ന ആളുകളെ ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും അവരെ കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ കാണുന്ന ക്രിയേറ്റേഴ്സിനെയൊക്കെ അവർക്ക് എനിക്കറിയാത്ത ആളുകളാണ്, അവർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വീഡിയോ കൂടെ മാത്രമേ അവരെ അറിയുള്ളൂ, എല്ലാവരും ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഈ പേരിനുള്ള പുച്ഛം ഉണ്ടല്ലോ, അത് നമ്മൾ കാണുന്ന വീഡിയോസിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ക്രിയേറ്ററായിട്ട് മാത്രം നോക്കിക്കാണുകയും എല്ലാ വീഡിയോ ക്രിയേറ്റേഴ്സിനും ക്രിയേറ്ററായിട്ട് തന്നെ ഇരിക്കാനും പറ്റും. ഇൻഫ്ലുവൻസർ എന്ന് അവരെ വിളിക്കുകയോ ഇൻഫ്ലുവൻസർ ആകാനോ പറ്റില്ല. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.